നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു പക്ഷേ എൻ്റെ ചാനല് ദിവസവും കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാനൊരു യാത്രയിലാണ്. അമേരിക്കയെ നെടുകെ പിളർത്ത് ഒരു 5000 കിലോമീറ്റർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലിഫോർണിയയിൽ നിന്ന് തുടങ്ങി ഞാൻ അങ്ങേയറ്റത്ത് കിഴക്കേയറ്റത്ത് വരെ എത്തിപ്പെടാനാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഒരു പറിച്ചുപടലും കൂടിയാണെന്ന് വേലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാവുന്ന സ്ഥിതിയിൽ. കാരണം ഇത് 4ാം ദിവസമാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പോകുന്നത് ഷിക്കാഗോയുടെ തെക്ക് ഭാഗം കൂടി ഡിട്രോയിറ്റിലേക്ക് പോകുന്ന മിഷിഗണിലേക്ക് തിരിയാവുന്ന മിഷിഗൻ എന്ന സംസ്ഥാനത്ത് കൂടി ഇപ്പം സൗത്ത് ബെൻഡ്, ഇന്ത്യാനയിലുള്ള സൗത്ത് ബെൻഡ് കൂടി ഞാനിപ്പോൾ തന്നെ പെൻസിൽവാനിയയിലേക്ക് കടക്കും. അപ്പോൾ ഞാൻ ഒട്ടനവധി ഏകദേശം ഒരു 5-10 സംസ്ഥാനത്തോളം കവർ ചെയ്തു. ആ പോകുന്ന ഒരു യാത്രയിലാണ്. കാരണം ഈ കാലിഫോർണിയയിൽ ഗവിൻ ന്യൂസം, അവിടുത്തെ ഗവർണറാണ്, മുഖ്യമന്ത്രി, നമ്മളുണ്ടാക്കുന്ന കാശ് മുഴുവനും വാങ്ങിയെടുക്കും. 10% ടാക്സ് ആണെന്നും പറഞ്ഞാൽ അതാതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലിക്ക് കൊണ്ടുവരും. അപ്പൊ ഞാൻ വിചാരിച്ചു, വെറുതെ പറഞ്ഞതാണ്. അപ്പോ ആ ഒരു യാത്ര തുടരുന്നതിനിടയിൽ എൻ്റെ വാർത്തയും ഞാൻ നിങ്ങളോട് ഇതില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാർത്തകളും നൽകുന്നുണ്ട്. ഇന്ന് ഫെബ്രുവരി 28, ഇറാനിൽ യുദ്ധം തുടങ്ങിയിട്ട് 50ാം ദിവസം. ട്രംപ് ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അസിം മുനീർ ഇന്നലെ ടെഹ്റാനിൽ വെച്ച് അബ്ബാസ് അരാഗിച്ചി, പെസഷ്കൻ തുടങ്ങിയ ആ നേതാക്കളുമായിട്ട് ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ട് അതിലെ ഒട്ടനവധി കപ്പലുകൾ കടന്നു പോകുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നും അസിം മുനീർ, പാകിസ്ഥാന്റെ പട്ടാള ഫീൽഡ് മാർഷല്, അദ്ദേഹം പ്രസിഡന്റിന് താഴെ, അവിടെ നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാനിലെ പട്ടാളത്തെ പ്രസിഡന്റ് രാഷ്ട്രീയ നേതൃത്വത്തെക്കാളും വലുതാണ്. പർവേസ് മുഷാറഫ് ഒക്കെ നമുക്ക് കണ്ടുള്ളത് ചരിത്രത്തില് പട്ടാള മേധാവി. അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ട്രംപാണ്. അപ്പൊ അദ്ദേഹം വാഷിംഗ്ടൺ DC വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു 16 മണിക്കൂർ യാത്രയുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായ ഫ്ലൈറ്റ് ഉണ്ടാവും. ചിലപ്പോൾ ട്രംപ് ഒരു ഫ്ലൈറ്റ് അയച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിനെ കാണാനായിട്ട്. ഒരു പക്ഷേ ട്രംപ് തന്നെ ട്രംപിനെയും കൊണ്ട് ഇയാൾ ഇസ്ലാമാബാദിൽ പോയിട്ട് കരാർ ഒപ്പിടായിരിക്കും. പക്ഷെ ഒത്തുതീർപ്പായിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഘടകമെന്ന് വെച്ചാൽ ഫെബ്രുവരി 28 ഖമേനിയെ വധിക്കുകയാണ്. അവന്റെ പുലിമടയിൽ കയറിയിട്ട് 50 വർഷം ലോകത്തിന് തീവ്രവാദത്തിന്റെ തിരികൊളുത്തി കൊടുത്ത ഖമേനി, അദ്ദേഹത്തിനെ ഇസ്രായേലും ട്രംപും നെത്തന്യാഹുവും കൂടി വധിക്കുകയാണ്. അത് വളരെ ഒരു ഇതായിട്ട് മൂവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ കൊല്ലുകയാണ്. അപ്പൊ അതും ഇത്രയും തീവ്ര നിലപാടുള്ള ഒരു രാജ്യ നേതാവിനെ, ആത്മീയ ആചാര്യനെ വധിക്കുമ്പോൾ അതിന് തിരിച്ചടികൾ പ്രതീക്ഷിച്ചിട്ട് വേണം അടിക്കാനായിട്ട്. തിരിച്ചടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ വേണം അടിക്കാനായിട്ട്. കഴിഞ്ഞ 50 ദിവസം നമ്മൾ വിചാരിച്ചത് ട്രംപിന് ഇതൊരു തെറ്റ് പറ്റിയെടുത്ത് ചാടിയതാണോ. അങ്ങനെ അദ്ദേഹം അമേരിക്കൻ ജനതയോട് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് 6 ആഴ്ചയിൽ തീർക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും സംശയമായിരുന്നു. കാരണം ജോർജ് ബുഷൊക്കെ യുദ്ധത്തിന് പോയിട്ട് 8 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ട് തീരാണ്ടാണ് യുദ്ധം നീണ്ടുപോയത്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, വിയറ്റ്നാം, കൊറിയ, എന്തിനു പറയണ, എവിടെ വിയറ്റ്നാമൊക്കെ 2ാം ലോക ഇതൊക്കെ ചെന്ന് ചാടിയാ പിന്നെ ഇങ്ങോട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാശ് അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കണം. ഫണ്ടിങ്, ടാക്സ് പെയർ മണി. അമേരിക്കക്കാർക്ക് അത് ഇഷ്ടമല്ല. അത് തന്നെയല്ല, സ്വന്തം പാർട്ടിയിൽ ഇദ്ദേഹം യുദ്ധക്കുതീനല്ല, അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകാൻ ഇതില്ല. പക്ഷെ കഴിഞ്ഞ 50 കൊല്ലം ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ പറഞ്ഞിട്ട് ഒരുത്തനും അതിനെ തടയാൻ സാധിച്ചില്ല. ഇദ്ദേഹം ഒരു മുന്നേറ്റം നടത്തി. അതൊരു വലിയൊരു മൂവ് നടത്തി അതങ്ങ് നടപ്പാക്കി. അതായത് അവിടെ തലപ്പത്തുള്ള എല്ലാവരെയും കലക്കി. ഒപ്പം തന്നെ മുകളിൽ നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് പോന്നു. താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ ട്രംപിന് പണി കിട്ടിയനെ. താഴെ ഇറങ്ങിയില്ലാണ്. താഴെ ഇറങ്ങാണ്ട് അദ്ദേഹം വളരെ ബുദ്ധിപൂർവം അസിം മുനീറിനൊക്കെ ഇറക്കി പ്രശ്നം തീർത്തു. ഇവിടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എല്ലാവരും എടുത്തിട്ട് ഒറ്റപ്പെട്ടു. ട്രംപ് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാല് പ്രതിപക്ഷം ചെയ്യുന്നതിലും കൂടുതൽ ഭരണപക്ഷം പറഞ്ഞു. കാരണം താങ്കളല്ലേ പറഞ്ഞ യുദ്ധത്തിന് പോവില്ല എന്ന്, അതുകൊണ്ടല്ലേ ഞാൻ ഇത് ചെയ്തേ, വോട്ട് ചെയ്തേ. അവർക്കറിയില്ല ഒരു ദിവസം ന്യൂക്ലിയർ ബോംബിന്റെ മേലെ ഖമേനിക്കും അതല്ലെങ്കിൽ IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനോ അവർക്ക് ആ ഒരു ബട്ടൺ കിട്ടുന്ന ദിവസം അവർ കത്തിച്ചിരിക്കും, പൊട്ടിച്ചിരിക്കും. അമേരിക്കയുടെ ബേസുകളും ഇസ്രായേലും സകലതും നശിപ്പിച്ചിരിക്കും. 11 അവരുണ്ട് സ്വരുകൂട്ടി വെച്ചിട്ടും ഉണ്ടായിരുന്നു. അവിടെയാണ് ട്രംപ് ചെന്നിറങ്ങിയത്. മുമ്പ് ഒബാമയും ബൈഡനുള്ളവരുടെ സമയത്ത് സംസാരിച്ച് തീർക്കാം. 6 പാർട്ടി 6 പാർട്ടി ടോക്ക്
എന്ന് പറഞ്ഞിട്ട് റഷ്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ എന്നുള്ളവര്, അമേരിക്ക ഒക്കെ പാടി കൂടി ഇരുന്ന് ചർച്ച ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഇനി നോക്കെ നിങ്ങൾ ബോംബ് ഇത് യുറേനിയം ഉണ്ടാക്കിക്കോ, പക്ഷെ ആരും പൊട്ടിക്കരുതിട്ടാ, കൊല്ലരുതിട്ടാ. എവിടെ ചെയ്യാൻ പോണു? അവർ പറഞ്ഞു, ശരിയിട്ടില്ല, ആരും കൊല്ലില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്ന ആൾക്കാര് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് അദ്ദേഹത്തിന് തന്നെയല്ല, അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്നവരെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് ഇത് ഖമേനിയെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ എല്ലാ തീവ്രവാദത്തിനും തിരികൊളുത്തിയത് ഖമേനിയോ ഷിയ വിഭാഗമല്ല, പേർഷ്യൻ സംസ്കാരമല്ല, അവരത്തരത്തിലുള്ളവരായിരുന്നില്ല. ഇതിനൊക്കെ തീ കൊടുത്തിയത് സൗദി അറേബ്യയിൽ നിന്നും ഉത്ഭവിച്ച വഹാബിസ്റ്റ് സുന്നി മുസ്ലിമുകളാണ്. അവർക്കാണ് കത്തിക്ക് പൊട്ടിക്ക്. അപ്പൊ അതിന് തീയിട്ട് കൊടുക്കും, പൊട്ടിക്ക് എന്ന് പറഞ്ഞ ഖമേനി നിന്നുള്ളൂ. അല്ലാണ്ട് ഖമേനിക്ക് അത് കഴിഞ്ഞ് ഖമേനി നേരെ തിരിച്ചു വന്നിട്ട് ഒറ്റിക്കൊടുക്കും. ഈ സുന്നികളൊക്കെ ഒറ്റിക്കൊടുക്കും. ICC-നും അൽ-ഖ്വയ്ദയും സകലമാന സുന്നി ശക്തികളെ ഒറ്റിക്കൊടുക്കും. അമേരിക്കയോട് തന്നെ ഒറ്റിക്കൊടുത്തേട്ടാ. ജോർജ് ബുഷിനൊക്കെ ഒറ്റിക്കൊടുത്തു. ഭയങ്കര സഹായം ചെയ്തിട്ടുണ്ട് അമേരിക്കക്ക് ഖമേനി. ഇത് അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ISIS പിടികിട്ടാത്ത രീതിയിൽ, കാരണം അത് വളരാൻ കാരണം ഇറാഖിൽ നിന്നൊക്കെ ഒന്ന് ചിന്തിക്കാണ്ട് ഇറങ്ങിപ്പോന്നു. അതുകൊണ്ടാണ് ISIS ഒക്കെ വന്നത്. സിറിയയില് അതിന് നേരെ ഇതായിട്ട് ഉപയോഗിച്ചു ഇസ്രായേലും അമേരിക്കയും. കാരണം ഇവരുടെ ഇട്ട് കൊടുത്താൽ മതി, വെറുതെ പടക്കിട്ട് കൊടുത്തു പൊട്ടിക്കറ അല്ല, കാഫറിനെയും കൊല്ലറ എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കോളും. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഒക്കെ ഇതിന് തല നിലത്തൂരിടണം. ഇവന്റെയൊക്കെ ഈ വഹാബിസ്റ്റ് സുന്നി പണം കൊണ്ടാണ് ഇവനൊക്കെ അവിടെ ഈ തീവ്രവാദം. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പാവം മുസ്ലിം സഹോദരങ്ങളെ ഇറക്കി വിട്ടിട്ട് ഈ തീവ്രവാദമൊക്കെ ചെയ്തിരുന്നേ. ഇപ്പൊ ഒതുങ്ങിയിട്ട്, അന്നൊക്കെ പണ്ട് തളയുരുളട്ടെ എന്ന് പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട്. അയ്യോ ഞാനൊരു പാവല്ലേ, അതുകൊണ്ട് ആ ഒരു രീതിയിലായി. ഇനി നമ്മൾ വീണ്ടും ട്രംപിലേക്ക് വരാണ്. ട്രംപ് ഒറ്റപ്പെട്ടു. ഇവിടെയുള്ള കുറെ ഈ മാധ്യമങ്ങളിൽ നമ്മൾ കേരളത്തിൽ പറയണ പോലെ CNN എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് ട്രംപ് മിണ്ടാണ്ടൊന്നിരിക്കുന്ന ആളല്ല. ട്രംപ് എടുത്തിട്ട് അലക്കാന്ന് പറഞ്ഞാൽ കലക്കം ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞ അതൊരു അദ്ദേഹത്തിന്റെ സംസാര സ്വാതന്ത്ര്യമാണ്. CNN വിചാരം ഞങ്ങളുടെ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെയുള്ള കുറച്ച് ആൾക്കാർ, ഞങ്ങളുടെ ഒരു മാധ്യമമുണ്ട്, ഞങ്ങൾ എന്തും വിളിച്ചു പറയും, നിങ്ങളത് കേട്ടോളണം. ട്രംപ് പറഞ്ഞു ഫേക്ക് ന്യൂസ്. എന്ത് പറ്റി? CNN റേറ്റിംഗ് താഴേക്ക് പോയി, ന്യൂയോർക്ക് ടൈംസ് താഴേക്ക് പോയി. ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുക ഇവരൊക്കെ എടുത്ത്. പക്ഷെ ചിന്താഗതി മാധ്യമ ഇത്, അതായത് ട്രംപിനെ എടുത്തിട്ട് അലക്ക, അതായത് ആ ഒരു ഇതിൽ നിന്ന് നടന്നിരുന്ന ആൾക്കാരാ. ഇതൊക്കെ ട്രംപ് വിളിച്ചു പറയാൻ തുടങ്ങി, ഇവ താഴേക്ക് പോയി. CNN വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഫോക്സ് ന്യൂസ് ഒക്കെ വളരെയും ചെയ്തു. ഈ പറഞ്ഞ CNN, MSNBC, NPR തൊട്ട് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ട്രംപിനെ എടുത്ത് യുദ്ധത്തിന് പോയില്ലേ, കണ്ടില്ലേ. നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ വീഴുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് നല്ല സുഹൃത്താരാന്ന് മനസ്സിലാവുക. നമ്മ വീണ് കിടക്കുമേ, നമ്മൾ സിനിമയിൽ പറയണം വീണ് കൊടുക്കണേ അടിക്കാൻ പാടില്ല എന്ന് എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണോണം. വീണ് കിടന്നപ്പോ ഇവന്മാരൊക്കെ ഇപ്പൊ പറയുന്ന ശൈലി ഉണ്ടല്ലോ, കണ്ടില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാന്ന്, ഇപ്പൊ എന്തായി, തോറ്റില്ലേ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇത് ട്രംപിന്റെ ഒരു വാട്ടർലൂ മൂവ്മെന്റ് ആവോ എന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നു. നമുക്കറിയാം വാട്ടർലൂ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഫ്രാൻസിലെ നെപ്പോളിയൻ അദ്ദേഹം ഒരു യുദ്ധത്തിന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഡ്യൂക്ക് ഓഫ് 1815 ഏകദേശം 212 കൊല്ലം മുമ്പ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അദ്ദേഹത്തിന് ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടന്റെ കയ്യിൽ നിന്നും വാട്ടർലൂ മൂവ്മെന്റ് എന്ന് പറയാ. നമ്മള് ഇപ്പൊ ചരിത്രം അറിയുന്നവർ നെപ്പോളിയന്റെ കഥ ചരിത്രം വായിച്ചവർക്കൊക്കെ മനസ്സിലാവും. നെപ്പോളിയന്റെ വാട്ടർലൂ മൂവ്മെന്റ്. നെപ്പോളിയൻ ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, ഞാനിത് അവിടേക്ക് ശ്രദ്ധ തിരിക്കാനല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും വേറൊരു കാമുകം കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അതൊക്കെ വേറെ കഥ. അപ്പൊ ആ ഒരു വാട്ടർലൂ മൂവ്മെന്റ് ട്രംപിന്റെ വാട്ടർലൂ മൂവ്മെന്റ് ആകുമോ? കാരണം ട്രംപ് സർവ്വ സൈന്യാധിപനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധങ്ങൾക്ക് കുറവൊന്നുമില്ല. ഏകദേശം നമുക്കറിയാം ഒരു 8,000-10,000 ന്യൂക്ലിയർ ഹെഡ് അമേരിക്കയുടെ കയ്യിലിരിപ്പുണ്ട്. ന്യൂക്ലിയർ അതൊന്നും നമ്മളിപ്പോ മിഡിൽ ഈസ്റ്റിൽ എന്തായാലും, നിങ്ങളിപ്പോ കുവൈറ്റിലോ ഖത്തറിലൊക്കെ ജീവിക്കുന്നത് ഇതൊന്നും പുറമേക്ക് വെച്ചിട്ടുണ്ടാവില്ല. ഈ കുവൈറ്റിലെ അരിഫ്ജാനിലോ അൽ-ഉദൈദ് ഇതിലോ അണ്ടർഗ്രൗണ്ടിൽ നിങ്ങളൊക്കെ താമസിക്കുന്നതിന്റെ, ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ താമസിക്കുന്നതിന്റെ താഴേക്ക് ചിലപ്പോൾ ബങ്കറുകൾ ഉണ്ടാവും. അവിടേക്കായിരിക്കും മിസൈലുകൾ ബങ്കറുകൾക്കുള്ളിൽ വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അതെടുത്തൊന്നും വീശാനായിട്ട് ട്രംപിന് പറ്റില്ല. അതെടുത്ത് വീശാനായിട്ട് ട്രംപ് അത് എടുത്ത് വീശുന്നതിന് മുമ്പ് ഇവിടെയുള്ള പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ ഇടപെട്ട് കാരണം മിലിറ്ററി ഒന്നും അദ്ദേഹം ഒരു വ്യക്തി, പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഇങ്ങനെ പറയും, എന്നാൽ അത് ചെയ്യുന്ന ഒരു വ്യക്തിത്വം അല്ല ട്രംപ്. അപ്പൊ വേണ്ടി വന്നാൽ അതെടുത്ത് എടുക്കാം.
എന്നാൽ മറിച്ച് അപ്പുറത്തെ ഭാഗത്താണ് ഇത്രയും ശക്തി, 10,000 വാർഹെഡ്, ന്യൂക്ലിയർ വാർഹെഡ് എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാണ്ട് കാഫിറുകളെ കൊല്ലാൻ അവർ ഉപയോഗിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ വീണ്ടും നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോ ട്രംപ് വീണ് കിടക്കായിരുന്നു. അപ്പൊ കണ്ടില്ലേ, തോറ്റില്ലേ എന്നൊക്കെ കുറെ ആൾക്കാർ ഇവിടെ മാധ്യമങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ജയിച്ച എല്ലാവരും കൂടിയുണ്ട്, കാശുണ്ടെങ്കിൽ എല്ലാവരും കൂടിയുണ്ട്, അതല്ലെങ്കിൽ എല്ലാവരും ഇത് ചെയ്യും. പക്ഷെ ട്രംപ് ആ ഒരു ഇത്തരം, അതായത് ലോകം മുഴുവനും എക്സ്ചേഞ്ച് കൂടെ നടന്നവൻ, ആഭാസൻ, അദ്ദേഹത്തിന്റെ ജീവിത രീതി, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിത രീതി അങ്ങനെയായിരുന്നു, ഒരു ആഭാസൻ. പക്ഷെ ദൈവത്തിന്റെ വലതുകരം അദ്ദേഹത്തിന്റെ മേലെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇത് തീർന്നത്. ഇത് ഒരു 10 കൊല്ലത്തെ യുദ്ധത്തിലേക്ക് പോയിന്നുണ്ടെങ്കിൽ ട്രംപ് എന്ന് പറഞ്ഞാല്, ട്രംപിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ ആണ് ട്രംപ്. അപ്പൊ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ചെന്ന് പെട്ടിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ചരിത്രം രേഖപ്പെടുത്തുക ഒരു തോറ്റവനായിട്ടാണ്, അദ്ദേഹത്തിന്റെ ഒരു തോറ്റ ഇതായിട്ടാണ് അദ്ദേഹത്തിനെ രേഖപ്പെടുത്താൻ പോകുന്നത്. പക്ഷെ അതിൽ നിന്നും ഒക്കെ ഭംഗിയായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ട് സർവ വിജയ ശ്രീലാളിതനായിട്ട് ഇറങ്ങിയിരുന്ന ഒരു രംഗത്തേക്കാണ് യുദ്ധം പോകുന്നത്. അദ്ദേഹം പറഞ്ഞ 4-6 ആഴ്ചയിൽ പരിപാടി തീർത്തു, 50 ദിവസത്തിൽ പരിപാടി തീർത്തു. ഇനി അവിടെ ഒന്നും ഒരുത്തിന് ന്യൂക്ലിയർ ബോംബ് പോയിട്ട് പടക്കം പോലും ഉണ്ടാക്കില്ല അവര്. അതായത് അവർക്ക്, കാരണം ഈ പറഞ്ഞോണം അവിടെയും ഇത്ര വലിയൊരു രാജ്യത്ത് 50 കൊല്ലം തീവ്രവാദവും കൊണ്ട് നടന്നവനെ ഒരു ഇതിലാക്കി കൊണ്ടുവരണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് നടക്കില്ല. പയ്യെ. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ഞാൻ മുമ്പും പല ചാനലിൽ പലപ്പോഴും ഇത് വിളിച്ചു പറയുമ്പേ എന്നോട് പറയും അതിനെന്താ തെളിവുണ്ടോ, ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇത് തീരാണ് യുദ്ധം, അതായത് തീർത്തിരിക്കും. അത് ഇപ്പൊ അവിടെയുള്ള ആ നേതൃത്വത്തിന്റെ, രാഷ്ട്രീയ നേതൃത്വമായിട്ട് വളരെ വലിയൊരു വാതിലാണ് അമേരിക്കൻ കമ്പനികൾക്ക് പോലും തുറന്നു കിട്ടാൻ പോകുന്നത്. അപ്പൊ അവിടേക്കാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്രംപിന്റെ വാട്ടർലൂ മൂവ്മെന്റ് അല്ല, ട്രംപ് സർവ സൈന്യാധിപനായി വിജയശ്രീ ലാളിതനായി വരുന്ന രംഗമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്.